ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ സാത്താന്യ മേഖലകൾ അല്ലെങ്കിൽ സാത്താന്യ മണ്ഡലങ്ങൾ എപ്രകാരമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് പൈശാചികമായ ശക്തികളുടെ പ്രവർത്തന മേഖല? എഫെസ്യ ലേഖനം 2:2 അവിടെ ഒരു വാക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ആകാശത്തിന്റെ അധികാരം. കൊലോസ്യ ലേഖനം 1:13 ഇരുട്ടിന്റെ അധികാരം. അപ്പോസ്തലപ്രവൃത്തി 26:18 സാത്താന്റെ അധികാരം. എബ്രായ ലേഖനം 2:15 മരണത്തിന്റെ അധികാരം. 4 അധികാര കേന്ദ്രങ്ങൾ. ഈ 4 അധികാര മേഖലകളെയും സ്വാധീനിക്കുന്നത്, നിലനിർത്തുന്നത്, അതിനെ ശക്തിപ്പെടുത്തുന്നത്, അതിന്റെ സംവിധാനങ്ങളെ പ്രബലമാക്കി നിർത്തിയിരിക്കുന്നത് പൈശാചികമായ ശക്തികളാണ്. ആകാശത്തിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം, സാത്താന്റെ അധികാരം, മരണത്തിന്റെ അധികാരം. എന്നാൽ ഈ 4 അധികാരങ്ങളുടെ മേൽ യേശു ജയമെടുത്തു. കർത്താവ് ക്രൂശിലൂടെ നൽകിയ ജയം അത് സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും പൈശാചികമായ സാമ്രാജ്യത്തിന്റെ എല്ലാവിധമായ ശക്തി കേന്ദ്രങ്ങളെയും യേശു പരാജയപ്പെടുത്തി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നവർക്ക് ഇന്നും ഈ ചതുർവിധ മണ്ഡലങ്ങളെ ജയിപ്പാൻ കർത്താവ് ശക്തിയും അഭിഷേകവും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്തു. സാത്താനുമായ ബന്ധനങ്ങൾ, അടിമത്തങ്ങൾ, പാപത്തിന്റെ ചങ്ങലകൾ, അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. ഇന്ന് സാത്താന്യ മുഖം നമ്മുടെ മേലില്ല. അപ്രകാരമുള്ള എല്ലാ അമിക്കരുകളെയും കർത്താവ് പൊട്ടിച്ചു കളഞ്ഞു. മരണത്തിന് അധികാരിയെ കർത്താവ് തന്റെ മരണത്താൽ നീക്കി. ക്രൂശിലെ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് മരണത്തിന്റെ മരണമായിരുന്നു. ക്രൂശിലെ യേശു മരണത്തെ പരാജയപ്പെടുത്തി, മരണത്തിന് വിഷമുള്ളതിനെ തകർത്ത് കളഞ്ഞു. മരണഭീതയിലായിരുന്ന ജനത്തെ മുഴുവനായി കർത്താവ് വിടുവിച്ചു. കാരണം ക്രൂശിലെ യേശുവിനെ അവസാനിപ്പിക്കുവാൻ മതവും രാഷ്ട്രീയവും ലൂസിഫറും സകല പൈശാചിക സംവിധാനങ്ങളും ഒന്നിച്ച് കൂടിച്ചേർന്നപ്പോൾ യേശുവിനെ മരണത്തിലൂടെ ഇല്ലാതാക്കുവാൻ, കല്ലറയിൽ അവസാനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിന്റെ മാർഗം തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഉയർപ്പിലൂടെ, പുനരുത്ഥാനത്തിലൂടെ യേശു മരണത്തിനുമേൽ അധിപതിയാണെന്ന്, ജയം തന്റെ അവകാശമാണെന്ന് താൻ തെളിയിച്ചു. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം ഇനിയും ഭയപ്പെടുവാൻ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ, ശക്തിയുടെ, സുബോധത്തിന്റെ, ധൈര്യത്തിന്റെ ആത്മാവിനെ എത്രേ നാം പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, ക്രിസ്തു സാത്താനെ പിടിച്ചടക്കിയതോടെ നമുക്കും സാത്താനുമേൽ അധികാരം നൽകുകയും പിശാചിനെ കുറിച്ചുള്ള ഭീതി നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്ന കാര്യമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചത്. ക്രൂശിലെ വിജയം പിശാചിന് വരുത്തിയ പരാജയത്തെക്കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. മനുഷ്യന് മേലുള്ള അവന്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു. ഇനി നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാനുള്ള അവകാശം സാത്താനില്ല. എന്നാണ് നമ്മുടെ കടമ. നാം നമ്മുടെ വിജയത്തെ കാത്തു സൂക്ഷിക്കുക. യേശുക്രിസ്തു പൈശാചിക ശക്തിയുടെ മേൽ സമ്പൂർണ്ണ വിജയം നമുക്ക് നൽകിയിട്ടുണ്ട്. അതായിരുന്നു ക്രിസ്തുവിന്റെ ഭാഗം. എന്നാൽ നാം നമ്മുടെ വിജയത്തെ കാത്തു സൂക്ഷിക്കുകയും ജയകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ ഭാഗം. അവിടെയാണ് നമ്മുടെ വിജയം സംരക്ഷിക്കപ്പെടുന്നത്. അവിടെയാണ് നാം ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായി നിൽക്കുന്നത്. ഒരിക്കലും പിശാച് നമ്മിൽ പ്രവേശിക്കുവാനുള്ള സംശയത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ വാതിലുകൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്ന അനുസരണക്കേടും, നമ്മുടെ മനോഭാവത്തിലുണ്ടാകുന്ന വഞ്ചനയും, നമ്മുടെ ആഗ്രഹത്താൽ ഉണ്ടാവുന്ന മോഹങ്ങളിൽ കൂടി വിശ്വാസികളുടെ ഉള്ളിലേക്ക് പിശാച് തന്ത്രങ്ങളാൽ പ്രവേശിക്കാതെ ദൈവവചനം കൊണ്ടും യേശുവിന്റെ നാമം കൊണ്ടും യേശുവിന്റെ രക്തം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും അനുനിമിഷം പ്രിയമുള്ളവരെ അനുദിന ജീവിതത്തിൽ വിജയിക്കുവാൻ കർത്താവ് നമുക്ക് പ്രാപ്തി നൽകും. ഒരിക്കലും നിരാശയിൽ കൂടിയോ അവിശ്വാസത്തിൽ കൂടിയോ പെറുവിറുപ്പിൽ കൂടിയോ ചിന്താമണ്ഡലങ്ങളിൽ കൂടിയോ തെറ്റായിട്ടുള്ള വിചാര വികാരങ്ങളിൽ കൂടി നിങ്ങളുടെ ആത്മമനുഷ്യനെ സ്വാധീനിക്കുവാൻ പിശാചിനെ അനുവദിക്കരുത്. ദൈവവചനം ആത്മാവിന്റെ വാളാണ്. അത് ഇരുവായത്തുള്ള വാളാണ്. വചനം വിളിച്ചു പറയുക, വചനം പ്രഖ്യാപിക്കുക, വചനം വിശ്വസിക്കുക, വചനത്തിൽ ജീവിക്കുക, വചനം നിങ്ങളുടെ ജീവൻ ആധാരമായി മാറുക, വചനത്തെ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാ നാമത്തിനു മേലെ യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുക. കുഞ്ഞാടിന്റെ രക്തം ഇന്നും ശക്തിയുള്ളതാണ്. ആ രക്തത്തിന്റെ സംരക്ഷണം നിങ്ങൾ സ്വീകരിക്കുക. അവർ അപവാദിയെ കുഞ്ഞാടിന്റെ രക്തം ഹേതുമായി സാക്ഷ്യവചന നിമിത്തം ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതെ, നിങ്ങൾ ജയാളികളായ ക്രിസ്ത്യാനികളാണ്. കുഞ്ഞാടിനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവർ വിശ്വസ്തന്മാരും ജയാളികളുമാണ്. അവർ പിശാചിനെ ജയിച്ചവരാണ്, പാപത്തെ ജയിച്ചവരാണ്, ലോകത്തെ ജയിച്ചവരാണ്, സ്വയത്തെ ജയിച്ചവരാണ്. അവരാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. അവരാണ് അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. പ്രിയരെ, ഈ ദൂത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ആത്മീയ പുതുക്കത്തിന്, ഉണർവിന് കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.